എവിടെ തന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ ഇതേ തന്നെ സെപ്പറേറ്റ് ചാർജ് ചെയ്യാം, അല്ല പുറത്തെടുത്ത് ചാർജ് ചെയ്യാം. മൂന്നും ഒരുപോലത്തെ ആയതുകൊണ്ട് ടെൻഷനില്ല. മൈക്കുള്ളതല്ലേടാ? അല്ല ആ സെറ്റ് മൈക്കുള്ളതല്ലേടാ? ഇത് ചാർജിങ് അല്ലേ? ഇത് ചാർജ് ചെയ്യാനുള്ള പോർട്ട് ഇവിടെ ഉണ്ട്. ഇതല്ലേ സി ടൈപ്പ്. അതിന്റെ ചാർജിങ് കേബിൾ ഉണ്ടായിരിക്കും അല്ലേ? ഇതല്ലേ സബ്വൂഫറും വർക്കിംഗ് അല്ലേ? ഇനി വോളിയം താത്തിട്ടോ, മൈക്ക് കൊടുത്തോ. മൈക്ക് അതിലിട്ട് കൊടുത്തു. എവിടെയാ? ഫ്രണ്ടിലല്ലേ? ഫ്രണ്ടിലെ മൈക്ക് വരുള്ളൂ. ഫ്രണ്ടിൽ നോക്കാം. ഹലോ 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 മൈക്കോട്ടെ. അതായത് ഇതേ കുത്തി വെച്ചിട്ട് വേണം ഇത് പെയർ ചെയ്യാൻ. മനസ്സിലായില്ലേ? നമ്മൾ ചുമ്മാ പെയർ ചെയ്യാൻ നോക്കിയപ്പോൾ പെയറായില്ല, വെറുതെ ഓണായി നിന്നെന്ന് മാത്രമേ ഉള്ളൂ. ഹലോ ഹലോ. പിന്നെ ഇതിനകത്ത് ഓളിയുണ്ട് കേട്ടോ, വേണമെങ്കിൽ ഇവിടെ ഓളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഹലോ 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 ഹലോ. ഇത് ബാറ്ററി നല്ലപോലെ നിൽക്കും. ലിഥിയം ബാറ്ററി ആയതുകൊണ്ട് ഇത് കണ്ടല്ലോ, ലിഥിയം ബാറ്ററി ആയതുകൊണ്ട് നിൽക്കും. പിന്നെ നമുക്ക് ബാറ്ററി ഒന്നും മാറാനൊന്നും ആരുടെയും കാലം പിടിക്കാനല്ല. ഈ ബാറ്ററിയുടെ ഇഷ്ടം പോലെ മേടിക്കാൻ കിട്ടുന്ന ബാറ്ററിയാണ് 3.7. അപ്പോൾ ഇതായതുകൊണ്ട് നമുക്ക് ഈ സാധനത്തിനൊരു കംപ്ലൈൻറ്റ് വരത്തില്ല. പിന്നെ നമുക്ക് ചാർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേലും ചാർജിങ് ഉണ്ട്, ഇതേലും ചാർജിങ് ഉണ്ട്, അതേലും ഉണ്ട്. ഇനി എന്തായാലും കാരണം വെച്ചാൽ ഈ ഒരു മൈക്കിൻ്റെ ചാർജിങ് നഷ്ടപ്പെട്ടാലും നമുക്ക് മറ്റേ കുത്തിയാണെങ്കിലും യൂസ് ചെയ്യാം. സർവീസ് ഒന്നും ഇതുപോലത്തെ സാധനങ്ങൾക്കൊന്നും വലിയ സർവീസ് ഒന്നും പ്രതീക്ഷിക്കില്ല. കാരണം ഇത് ആ വിലയ്ക്കുള്ള ഒരു സാധനമേ ഉള്ളൂ. നമ്മുടെ സ്വന്തം സഹോദരന്മാരുണ്ടാക്കി തരുന്നതാണ്. പിന്നെ അകത്ത് ബോർഡിലൊക്കെ കംപ്ലൈൻറ്റ് വന്നാൽ അറിയാമല്ലോ, അങ്ങനെയൊന്നും വരികയില്ല. കോഡ് മൈക്ക് അത് ഭയങ്കര പാടല്ലേ. പിന്നെ ഇത് സിംഗിൾ കോയിലും ഉണ്ട്, ഡബിൾ കോയിലും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ആമ്പ് എന്തേലുള്ള S21 ആണോ? എന്നാൽ പിന്നെ എൻ്റെ കൂടെ വെക്കാം. അപ്പം ഡ്യുവൽ വെക്കാം, ഡ്യുവൽ കോയിൽ വെക്കാം. അത് നമുക്ക് 8 ohms ആക്കാം. 4 ohmsന്റെ 2 സൈഡ് അതിന് സീരീസ് ആക്കിയാൽ മതി. ഇല്ല, കുറവില്ല. നല്ല ഇതാണ്. 8 ohms കഴിഞ്ഞ ദിവസം എല്ലാം ചെയ്ത് കൊടുക്കും. നല്ല വർക്കിംഗ് ആയിരുന്നു. അല്ലെങ്കിൽ പിന്നെ മറ്റേതാണെങ്കിൽ സിംഗിൾ കോയിലാണെങ്കിൽ നമുക്ക് 4 ohms. വേറെ ഒന്നും നോക്കട്ടെ. മറ്റേ 4 ohms. 4 ohms നമുക്ക് പാരൽ ചെയ്യുമ്പോൾ 2 ആയി അത് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് പാരൽ ചെയ്യാൻ പറ്റില്ല, അത് സീരീസ് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു കോയിലായിട്ട് ഉപയോഗിക്കാനേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അതിൻ്റെ ഒരു വർക്കിംഗ് ഇങ്ങനെ തിരിച്ചും മറിച്ചുമാണ്. അതുകൊണ്ടാണ് അത്രയും ഇത് കൊടുക്കുന്നത്. പിന്നെ പൈനിയറിൻ്റെ സിംഗിൾ കോയിൽ കുഴപ്പമില്ല, നല്ല. അതിന് JBL വിലയെ വരത്തുള്ളൂ. അല്ല JBL തന്നെ എടുത്തോളൂ. JBLന് വേറെ വെക്കുന്ന സമയത്ത് നല്ല പെർഫോമൻസ് ആയിരിക്കും. അത് കഴിഞ്ഞ് കുറയുമെന്നാണ് ആൾക്കാർ പറയുന്നത്. ഓക്കെ, വാച്ച് ചെയ്യാം. ഓഹോ, ഓക്കെ. എവിടെയാ നമ്മുടെ കട? അപ്പൊ ചേട്ടൻ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ കടക്കാർ കളക്ട് ചെയ്ത് വെക്കുന്ന വാച്ച് മേടിച്ച് പണിത് കൊണ്ടുവന്ന് അവർക്ക് പണിത് കൊടുക്കും. അപ്പോൾ എല്ലാം ഉണ്ട്. ഈ ഓടുന്ന വാച്ച് അല്ലേ? മൊബൈൽ വാച്ച് മാത്രം ഞാൻ ചെയ്യില്ല. മറ്റേ ഇലക്ട്രോണിക്സ് വേണ്ട. 50 വർഷമായി ഈ ഫീൽഡ്. ബാറ്ററി മാറുന്ന ക്വാർട്സും ചെയ്യും. അതും ഞാൻ എല്ലാ വർക്കും ചെയ്യും. ബാറ്ററി ഈ മൊബൈൽ വാച്ച് ഇല്ലേ, അതിപ്പോ ഞങ്ങൾ വെച്ചിട്ട് ഡിസ്പ്ലേ ഈ വാച്ചിന്റെ ബാറ്ററിക്ക് നല്ല ബാറ്ററി ഏത് കമ്പനിയുടെ ഉള്ളത്? മാക്സിലിന്റെ റെനാട്ടിന്റെ അത്രയൊക്കെ ഉള്ളൂ. പലതുണ്ട്. റെനാട്ടൊക്കെ ഭയങ്കര റേറ്റാ. ഇതൊക്കെ പിന്നെ മാക്സിലിൽ തന്നെ വരുന്നത്. റേറ്റ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. എല്ലാത്തിനും കൂടി, എല്ലാ സാധനത്തിനും റേറ്റ് കൂടി. പകുതി റേറ്റിന് മേലെ കൂടി. ഇപ്പൊ ഇതൊക്കെ പിന്നെ നിങ്ങൾ അന്ന് മേടിച്ചിട്ടതാ. അന്ന് 60 രൂപയ്ക്കുള്ള സാധനമാണ്, ഇപ്പൊ 100 കാണും. അത് നമുക്ക് അങ്ങനെ കൂട്ടി വെക്കാൻ പറ്റിയല്ലോ. 20-32 ഇല്ലേ? പക്ഷെ ഈ സാധനം ഇങ്ങനെ കുറേ കാലം ഇരുന്നാ പോകും.
ഉപയോഗിക്കണം. അപ്പൊ നമ്മള് മറ്റുള്ളതൊക്കെ വല്ല ബൾക്കായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്ത് ഇടാൻ പറ്റിയല്ല, ബാറ്ററി മാത്രം. ബാറ്ററിയുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നിങ്ങൾ അപ്പൊ ഇതൊക്കെ എവിടെ നിന്ന് വാങ്ങണം? ഇത് നമുക്ക് കമ്പനി പാനാസോണിക് ഇവിടെ സപ്ലൈ ഉണ്ട്. ആ, ഇവിടെ കൊണ്ടുവന്ന് തരും. ഓക്കെ, അവരുടെ ആൽക്കലൈൻ ബാറ്ററി മറ്റേ ബാറ്ററി എല്ലാം ആഴ്ചയിലൊന്നും. വാച്ച് സെക്ഷനിൽ എന്ത് കംപ്ലൈന്റ് ഉള്ളതായാലും ഞാൻ ചെയ്തു കൊടുക്കും. ഈ ഫോസിൽ എന്ന് പറഞ്ഞ വാച്ച് എങ്ങനെയുണ്ട്? അതെങ്ങനെയുണ്ട്? അതിൽ മെഷീൻ ഏതാന്ന് നമ്മുടെ ബോസിൽ കമ്പനി കുഴപ്പമില്ല. ടിസോട്ടിൽ വരുന്ന മെഷീനും വരുന്നുണ്ട്, സാധാ വേറെ മെഷീനുകളും വരുന്നുണ്ട്. ഈ ഫോസിലെ വെക്കുന്നുണ്ട്. ബോസിൽ വരുന്നുണ്ട്. ആ നേരത്തെ റേഡോ, ടിസോട്ട്, റോളക്സോ, അതിനൊക്കെ വ്യത്യാസമുണ്ട്. അത് ഒറിജിനൽ വരുന്നത്. ഈ ഫോസിലിൽ ഇത് മെഷീനുകൾ മാറി വരുന്നുണ്ട്. സ്പോർട്സിലൊക്കെ ആണ് പ്രത്യേകിച്ച്. ചൈനീസ് ആയതുകൊണ്ട് ചൈനക്കാരെല്ലാം എല്ലായിടത്തും ഇളക്കിയില്ലേ? ചൈനക്കാരെല്ലാം കഴിച്ചില്ലേ ഇലക്ട്രോണിക്സ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വാച്ചിന്റെ ഓളയും കട്ട് ചെയ്യാൻ എല്ലാത്തിന്റെയും മാർക്കറ്റ് കളഞ്ഞില്ലേന്ന്. ആ, എന്റെ സോണി 2032 തൊട്ട് എന്റെ ഒരു 10 മേലെ ടീമുകൾ ഇരിക്കുന്നുണ്ട്. 2032 ഒക്കെ ഇരുന്ന് പിള്ളേരെടുത്ത് ഇരുമ്പേർക്ക് കൊടുത്തിട്ടുണ്ടോ? ഇപ്പൊ ഒരെണ്ണം പിക്ചർ രൂപ ഇരിക്കുന്നുണ്ട്. 2032 തൊണ്ണൂറ്റുണ്ട്. അതിന്റെ കിറ്റൊക്കെ പുറത്ത് വെച്ചിട്ട് കൊണ്ടുവന്ന് മാത്രം. 2032 എൻ്റെ കയ്യിൽ മുഴുവൻ പൊടിഞ്ഞു പോയി. കിറ്റ് വെക്കാൻ ഇത് തന്നെ ധാരാളമാണ്. ഞാൻ ഒരു പാട്ട് കേൾപ്പിക്കാം. മോനെ ഇത് വെച്ചോ. അതിന് വേറെ ഒരു എന്നാ കൊടുത്ത് അവിടെ എങ്ങാനും ഇടുന്നേ ഒരു DV. പെൻഡ്രൈവ് ഇല്ല അതിന്. അത് പഴയ മോഡൽ AVR ഇല്ല. ഈ മേളിൽ നമ്മൾ ഇപ്പുറത്തെ മുറിയിലിരുന്ന ഒരു സബ്വൂഫർ കൊണ്ട് വെച്ചിട്ടുണ്ട്. കൊടുത്ത് അത് പ്ലേ ചെയ്തിട്ടാൽ അത് പോവുകയാലും തോന്നല്ലേടാ. ഹലോ, ആ പറയും. എന്നാ സെറ്റാ? നിങ്ങളിൽ ഇരിക്കുന്ന സബ്വൂഫർ എത്ര വാട്ട്സാ? എത്ര? 1300 JBLന്റെ 12 ആണ്. ഇത് കൊടുക്കാം, കറക്റ്റാണ്. ഇതിപ്പോൾ ചെറിയ 8 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പകുതി ഓളയെ വെച്ചിട്ടുള്ളൂ സബ്വൂഫറിൻ്റെ. എന്തോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്യണം. ഞാനിപ്പോ ഏതായാലും മുഖ്യമന്ത്രിക്ക് DGPക്ക് ഒരു നിവേദനം അയക്കാൻ പോവാ. ഇതിനെതിരെ പ്രതികരിക്കണം എന്നുള്ളവർക്ക് അതിലൊപ്പിടാം. ഈ വലിപ്പമുള്ള ആംപ്ലിഫയറിന്റെ കാലം കഴിഞ്ഞു, മനസ്സിലായില്ലേ? ഇതിലും ചെറുതാക്കാമെങ്കിൽ ചെറുതാക്കമല്ല, ആംപ്ലിഫയറിന്റെ കാലം കഴിഞ്ഞു. ഇത് ക്ലാസ് D എന്ന് പറഞ്ഞ ടെക്നോളജിയാണ്. ഇതൊരു കൈവെള്ളയിലുള്ള ആംപ്ലിഫയറാണ്. ഇത് ചൂടാവുമോ ഒന്നുമില്ല. 100 കൊടുത്താൽ 200 തരും. ഇത് മറ്റേത് 1000 കൊടുത്താൽ 250 തരും. അതാണ് ആംപ്ലിഫയർ. അത് ഹീറ്റ് എനർജിയാണ്. ഇതിൻ്റെ അകത്ത് കണ്ടിട്ടില്ല വലിയ എന്നാ നമുക്കൊരു എറണാകുളത്തൊക്കെ മറ്റേ ഫ്ലാറ്റ് നിൽക്കുന്ന പോലെ അതിൻ്റെ ഹീറ്റ് സിങ്ക് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? S20 6500. ഇത് 4000-ൻ്റെ. ഇതിൻ്റെ 3500-ൻ്റെ ഉണ്ട്, 3000-ൻ്റെ ഉണ്ട്. എല്ലാം കൂട്ടിയാണ് നമ്മൾ ഫുൾ സെറ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇത് ലാസ്റ്റ് ചെയ്യില്ല. എല്ലാവരും ഈ പവർ സപ്ലൈ കൊണ്ടാണ് കൊടുത്താൽ മുടിപ്പിച്ച് കളയുന്നത്. ബോർഡ് തന്നെ കൊടുത്തിട്ടുള്ളവന്മാർ മൊത്തം കേടാക്കി കളയും. കാരണം എന്ന് വെച്ചാൽ ഒന്നാൽ തിരിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ആംബിയർ ഇല്ലാത്ത പവർ സപ്ലൈ കൊടുക്കും. ഇതിന് മിനിമം 10 ആംബിയർ വേണം. ഇത് ആംബിയറിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ്. 15 ആംബിയർ ഉണ്ട്. അത് അപ്പോൾ വോൾട്ടേജും കൂടുതലാണ്. 38 വോൾട്ടാണ്. ഇത് 24 വോൾട്ടേ ഉള്ളൂ. അങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്. 38 വോൾട്ട് കൊടുക്കണം. അതിന് നമുക്ക് ആവശ്യത്തിന് ഭക്ഷണം തരാതെ നമ്മളെ ജോലി എടുപ്പിക്കുന്ന പോലെ ഇരിക്കും. ആവില്ല, പ്രോപ്പറായിട്ട് വർക്ക് ആവില്ല. അതിന് ആവശ്യത്തിനുള്ള വോൾട്ടേജ് കൊടുത്ത് അത് വർക്ക് ചെയ്യിക്കുമ്പോഴാണ് അത് കംപ്ലൈൻറ്റ് ഇല്ലാതെ വർക്ക് ചെയ്യുന്നത്. ഏത് ലോഡ് കൊടുത്താലും ഇത് കറണ്ടിൽ ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഒരു ടെക്നോളജിയാണ്. അന്ന് ഇതേ രക്ഷയുള്ളൂ. മോസ്ഫെറ്റാണ്. ഇതൊക്കെ 1,00,000 രൂപ അടുത്ത് വിലയുള്ള സോണിയുടെ സാധനമാണ്. ഇതിനകത്ത് ഈ ICയുടെ ഹീറ്റ് സിങ്ക് ആണ് ഇതിനകത്ത്. നിങ്ങൾ മേളിൽ കൂടെ നോക്കിയാൽ മനസ്സിലാവും. IC ഉണ്ടാക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ ചൂട് പോകാനാണ് ഈ തുളയിട്ട് അത്രയും വലിയ ഹീറ്റ് സിങ്ക് ഇതിനകത്ത് പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് മുഴുവൻ ഹീറ്റ് എനർജി ആയിട്ടാണ് കൂടുതൽ പോകുന്നത്. 100 കൊടുത്താൽ 75 ഹീറ്റ്, 25 നമുക്ക് പാട്ടായിട്ട് കിട്ടുന്നുള്ളൂ. ഇത് 100 കൊടുത്താൽ 200 തരും. ഇതിന് ഹീറ്റ് കുറവൊന്നുമല്ല, ഹീറ്റ് ഇല്ല. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എടുത്താൽ ഇതിൻ്റെ അടിയിൽ ICക്ക് മാത്രം ഒരു
ചെറിയ ഹീറ്റ് സിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ വിരൽ ഇതിനകത്തൂടെ കുത്തിക്കയറ്റി ആ ഹീറ്റ് സിങ്കെ പോയി തൊടുവാണെങ്കിൽ ചെറിയ ഹീറ്റുണ്ട്, മനസ്സിലായില്ലേ. പിന്നെ റെഗുലേറ്റർ, അതായത് വോൾട്ടേജ് കൺട്രോൾ ചെയ്യുന്ന റെഗുലേറ്റർ, അതിനൊക്കെ ഒരു നൈസ് ഹീറ്റുണ്ട്. ഇത് മെറ്റൽ പി സി ബിയാണ്. ആ മെറ്റൽ പി സി ബിയിലാണ് ഇത് മുറുക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്ത മെറ്റലായിട്ടാണ് ഇത് മുറുക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഹീറ്റ് എനർജി ഇത് നിങ്ങളിപ്പോൾ ഇത് കേട്ടല്ലോ, ഇത് നിങ്ങൾ തൊട്ട് നോക്കിയോ, ഒന്ന് തൊട്ട് നോക്കിയോ, തൊട്ട് നോക്കിയോ, ചൂടായ ഷോക്കടിക്കല. അതിപ്പോൾ ഇത് ആൾക്കാരിത് പലർക്കും അതങ്ങ് മനസ്സിലാകുന്നില്ല. പണ്ട് ഇൻഡക്ഷൻ കുക്കർ വന്ന സമയത്ത് 2000 വാട്ട്സ് ആകും എന്ന് പറഞ്ഞ് ഇൻഡക്ഷൻ കുക്കർ, ഞാൻ പോലും ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കാമായിരുന്നു. എത്ര വാട്ട്സാണ് ലോഡെന്ന് ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ പറയും ഇൻഡക്ഷൻ കുക്കറോ 2000 വാട്ട്സ്. അപ്പോൾ നമ്മൾ കണക്ക് കൂട്ടുന്നത് തന്നെ പഴയ ഒരു ഹീറ്റർ പോലെയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. പഴയ കോയിൽ വെച്ചുള്ള നമുക്ക് അടുപ്പുണ്ടായിരുന്നില്ല, അതിന് 2000 വാട്ട്സ് ആയിരുന്നു. അപ്പോൾ 2000 വാട്ട്സ് കറണ്ട് എടുക്കുന്ന ഒരു സാധനം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാമെന്ന് പറയുമ്പോൾ വലിയ കറണ്ട് ചാർജ് ആവും. അതുകൊണ്ട് ഞാൻ തന്നെ ഒരു 1.5 വർഷം ഈ ഇൻഡക്ഷൻ കുക്കറെ ഞാൻ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. പക്ഷേ അത് കഴിഞ്ഞാണ് എനിക്ക് ഇൻഡക്ഷൻ കുക്കറിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലായി. 2000 വാട്ട്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഫുൾ ഹൈ സ്പീഡിലാണ് 2000 വാട്ട്സ് എടുക്കുന്നത്. നമുക്ക് ഈ സാധനം നമ്മൾ ഗ്യാസിന് നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ട് കറി ചൂടായി കഴിയുമ്പോൾ നമ്മൾ കുറച്ചിടുന്ന പോലെ ഇത് 50 വാട്ട്സ് വരെ കുറയ്ക്കാം, മനസ്സിലായില്ലേ. അപ്പം നമ്മൾ 2000 വാട്ട്സിലല്ലോ ഫുള്ള് പാകം ചെയ്യുന്നത്. ആദ്യം വെള്ളം തിളയ്ക്കുന്നിടം വരെ ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് തിളയ്ക്കുകയും ചെയ്യും. മറ്റേ പോലെ അധികം ടൈം വേണ്ട. അപ്പം വളരെ ലാഭകരമായിട്ടൊരു സാധനമാണ് ഇൻഡക്ഷൻ കുക്കർ. ആർക്കും അറിയത്തില്ല, ഗ്യാസിൻ്റെ പകുതി ചിലവ് പോലും ഇല്ലാത്ത സാധനമാണ് ഇൻഡക്ഷൻ കുക്കർ. ഗ്യാസിനായി കൂടുതൽ വിലയാണ്. ആൾക്കാർ പണ്ട് തൊട്ട് ഈ ഗ്യാസ് ചെയ്ത് ഈ 1000 രൂപയും 1200 രൂപയും ഇറാനി യുദ്ധം ഉണ്ടായി അപ്പോൾ ഗ്യാസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങത്തടിച്ച് നടക്കേണ്ടതില്ല. പിന്നെ ഒരു സോളാർ പാനലും കൂടെ ഇപ്പോൾ വെക്കുകയാണെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ മാത്രം മതി വീട്ടിൽ പാകം ചെയ്യുക. ഇൻഡക്ഷൻ കുക്കർ ഗ്യാസിൻ്റെ 10 ഇരട്ടി സ്പീഡിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അതായത് ഒരു ഗ്യാസ് തിളയ്ക്കാൻ 10 മിനിറ്റ് വേണമെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് ഇത് വെള്ളം തിളയ്ക്കും. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 10 മിനിറ്റ് വേണം ഗ്യാസ് വെള്ളം തിളച്ച് വരാൻ. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം ചൂടാകുന്നില്ല, നമ്മുടെ സാധനം മാത്രമേ ചൂടാകുന്നുള്ളൂ. അറിയാം, ഞങ്ങൾ ഫുൾ ഇൻഡക്ഷൻ കുക്കറല്ല, ഞങ്ങൾ ഗ്യാസ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് അവിടെ പെട്രോളിയം വന്നില്ലെങ്കിലും ഗ്യാസ് വന്നില്ല. പിന്നെ കറണ്ട് ഇല്ലാത്ത ഒരു സമയത്ത് മാത്രമേ നമുക്ക് ഗ്യാസോ മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. വയറുപരിപ്പൊന്നല്ലേ ഉള്ളൂ. ഇന്ത്യയുടെ വ്യത്യാസം മനസ്സിലായില്ലേ. ഇത് ഫുള്ളോളയും കൊടുക്കത്തില്ല, സ്പീക്കർ പോവും. ഒന്ന് കൊടുത്ത് പോയതാ. ബാസും പകുതിയേ വെച്ചിട്ടുള്ളൂ. ആ ബാസ് കുറച്ച് വെച്ചോ. ഇത് പകുതിയാണ് വെച്ചിരിക്കുന്നത്. ഇനി വേറെ ബാസ് കട്ട് ചെയ്യാം. ബാസ് ഫുള്ള് ഓഫ് ചെയ്യാം. ആ ജേബിയിൽ 1300 അത് മതി, കുഴപ്പമില്ല. ആ ഓക്കൽ ഇച്ചിരി താത്തിട്ടാണ്. ഇത് നല്ല പഞ്ചിടിയായത് ഈ ആമ്പിൻ്റെ പ്രത്യേകത. നമ്മൾ എത്ര വലിയ, അതായത് ഈ പൈനിയറിൻ്റെ ഡ്യുവൽ കോയിലോട്ടം കൊടുത്താണല്ലോ എന്നാ ഇടിയാന്നറിയാം. ഇതുപോലെ സ്റ്റക്കാണോ അത്? കുഴപ്പമില്ല. ഒരു സ്കൂട്ടർ എറിഞ്ഞത് ഇതുപോലെ ഇച്ചിരി വലിയ സ്കൂട്ടർ തന്നടി. ആ പറഞ്ഞോ. ഏതാ പൈനിയറിൻ്റെ സ്പീക്കറും സബ് വൂഫറും?
അത് 25 രൂപയോളം വരും. ആ പൈനീറിൻ്റെ കൂടിയ സ്പീക്കറാണേൽ. കുറഞ്ഞതാണെങ്കിൽ ഒരു 3 രൂപയുടെ വ്യത്യാസം വരും. ആംപ്ലിഫയറും എല്ലാം ഈ സാധനം അല്ലേ. സ്പീക്കർ നമുക്ക് സോണിയാണ് 4990 ഉള്ളൂ. പുതിയ JBL ആണോ അത്? നല്ലത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിന്നിട്ട് ഇത് തന്നെ ഇത് സെറ്റാവും. എന്നായിരുന്നു സാറേ? 5.1 ആംപ്ലിഫയർ ഇല്ല, 2.1 മാത്രമേ ഉള്ളൂ നമുക്ക്. പൊതിഞ്ഞോടും മോളെ. 5.1 ഉണ്ട്, ചെയ്തെടുക്കണം. ഒരു സബ്വൂഫറും നമുക്ക് യൂസ് ചെയ്യാം. ഒരു സ്പീക്കറേ മിച്ചം വരുള്ളൂ. അതുകൊണ്ടെന്നാൽ മതി, വേണം സെറ്റ് ചെയ്ത് തന്നുവിടാം. ഇത് 2.1 കുറഞ്ഞതാണ്. അതിന് നമുക്ക് 2.1 ആകണ്ട. അവരിപ്പോൾ മേടിച്ച സാധനം അതിൻ്റെ കൂടിയതാണ്. അതിന് മുമ്പ് 800 വാട്ട്സ് RMS ഉള്ളതാണ്. അത് നമുക്ക് കൊടുക്കാം. നമുക്ക് ഒരു സൈഡിൽ 2 സ്പീക്കർ, മറ്റേ സൈഡിൽ 2 സ്പീക്കർ, പിന്നെ സബ്വൂഫറും കൊടുക്കാം. ആ സെറ്റൊക്കെ കേട്ടിരുന്നതിനേക്കാളും നല്ല ക്ലാരിറ്റി കേൾക്കും. അത് 6500 രൂപ. അത് ഇച്ചിരി ഷോർട്ടേജ് ഉള്ളൊരു സാധനമാണ് AS21. അത് ഒറിജിനൽ കിട്ടാൻ ഇച്ചിരി പാടാണ്. 20 തരുന്ന സാധനം അത്. 500 വാട്ട്സ് RMS ഉണ്ട്. മറ്റേ 400 വാട്ട്സ് RMS. സോണി 350, 325, 350 ഉള്ളൂ. ആ സബ് 3500 രൂപയുള്ളൂ. അതാണ് അത്. പക്ഷേ 6990 സബ്ബാണ്. അതിപ്പോൾ ഒരു ഓഫറിൽ കിട്ടുക 3500 രൂപയ്ക്ക്. നല്ല വർക്കിംഗ് അത് കേട്ടോ. അടിയുടെ രാജാവാണ്. അടി മാത്രമേ ഉള്ളൂ. ഭയങ്കര പഞ്ചിങ്. പക്ഷെ അതൊരു ക്വാളിറ്റി പഞ്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ വലിയ ഇടി ഇഷ്ടമുള്ളവർക്ക് ഓട്ടോഷയിലൊക്കെ വെക്കാൻ അടിപൊളിയാണ്. അത് അർബൻ ഇടിയ. പൈനിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ അനങ്ങുമല്ല. പതുക്കെ. സോണി അങ്ങനെയാണ്. ഒരു ബാസിനൊരു വേറൊരു ലെവൽ ക്വാളിറ്റിയാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധനം നാടൻ ഇടി. JBL 1300 കണ്ടമാനം വിറ്റിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ലോകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഉള്ള ഊഫറും അത് തന്നെ. JBL മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് വരുന്നത്. അല്ലേ 4440 എന്ന് പറഞ്ഞ IC ഇറങ്ങിയപ്പോഴാണ് ഒരു ശബ്ദവും ബഹളമൊക്കെ ഉണ്ടായത്. എല്ലാം 4440. ഇന്നും ആ സാധനം ഓടുന്നുണ്ട്. അത് എൻ്റെ ചെറുപ്പത്തിലുള്ള ഒരു സാധനമാണ്. പക്ഷെ അതിനൊരു പ്രത്യേക ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിന് ഭയങ്കര പവർ ഉണ്ടായിരുന്നെങ്കിലും ഭയങ്കര ഒരു നോയ്സ് ഉണ്ടായിരുന്നു. ഒരു മൂളിച്ചുണ്ടായിരുന്നു. കൂടുതലും മൂളിച്ചുണ്ട്. എന്നാലും 4440 വെച്ചൊരു പാട്ട് കേട്ടാൽ 10 പാട്ട് കേട്ടതായിരുന്നു. കാരണം ഈ 30 വർഷം കഴിഞ്ഞു അതിനെ വെല്ലാൻ ഒരു IC ഇപ്പോഴും വന്നിട്ടില്ല. ഇപ്പോൾ തന്നെ TDA 2030 എന്ന് പറഞ്ഞൊരു IC ആണല്ലോ മറ്റേ ഹോം തിയേറ്റർ എല്ലാം വെക്കുന്നത്. ഈ 10 വാട്ട്സ് പോലും കിട്ടാത്ത ഒരു ചെറിയ IC. അത് വെച്ചാണ് ഈ 5.1 ഹോം തിയേറ്റർ ഉണ്ടാക്കുന്നത്. എല്ലാ സ്പീക്കറിൽ ചെവി വെച്ച് നോക്കിയാൽ ശരിയാവും. ശബ്ദമുണ്ട്, 5 സ്പീക്കറും ഉണ്ട്. പക്ഷേ നോ ഗുണം. ഇപ്പോൾ വേണ്ടത് ആൾക്കാർക്ക് വേണ്ട നല്ല പഞ്ച് വേണം, നല്ല വോളിയം വേണം. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഈ D ക്ലാസ്സിന് ഇത്രയും ഡിമാൻഡായിപ്പോയത്. ഈ D ക്ലാസ് നമ്മൾ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്ന സാധനമാണ്. വർഷങ്ങളായിട്ട് ഇതിൻ്റെ ബോർഡ് തന്നെ ഉണ്ട്. ഈ കൺട്രോൾ 36 വർഷമായി. അല്ല, വീഡിയോ ഇട്ടപ്പോഴാണ് നമ്മൾ അറിയാൻ തുടങ്ങിയത്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മളിവിടെയുള്ള പ്രാന്തപ്രദേശത്തുള്ള ആൾക്കാരല്ലേ അറിയത്തുള്ളൂ. മറ്റേന്ന് പറഞ്ഞാൽ ലോകം മുഴുവനല്ല അറിയുന്നത്. അതിൻ്റെ ലെവൽ വേറെ ലെവലാണ്. ഞാൻ പറഞ്ഞില്ല, നൈജീരിയയ്ക്ക് പോകുന്ന സാധനം അത്. നൈജീരിയയ്ക്ക് ചെയ്യുന്ന ആളാണ് അയച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ആണ് നമുക്കിപ്പോൾ ലോകം ഒരു അതാണ് എൻ്റെ പേര്. ചെയ്യുമ്പോൾ പേര് വരുമ്പോൾ ഫോട്ടോയും ഉണ്ട്. കാണുമ്പോൾ മനസ്സിലാകാൻ വേണ്ടി കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഞാൻ പേര് പറഞ്ഞു. ഓക്കെ. ഫോൺ പേ ആണെങ്കിൽ സാറ് അഡ്രസ്സ് ഇതിനകത്ത് ഇടാനേ പറ്റുള്ളൂ. ഫോൺ പേക്കകത്ത് ചെയ്യുന്നവർക്ക് ഗൂഗിളിൽ അഡ്രസ്സ് ഇടാൻ പറ്റിയല്ല. വാട്സാപ്പിൽ ഇട്ടാൽ മതി. അപ്പോൾ ഓക്കെ, ആയിക്കോട്ടെ. വാട്സാപ്പിലേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യുന്നവർക്ക് മാത്രമേ ഗൂഗിൾ പേക്കകത്ത് മെസ്സേജ് വിടാൻ പറ്റുള്ളൂ. വാട്സാപ്പിൽ ഇട്ടിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി. അപ്പം ഞാൻ എഴുതിയെടുത്തോളാം. ഓക്കെ. സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി. ഒരു മിസ്ഡ് ഇട്ടാൽ മതി. നോക്കിക്കോളൂ. ഓക്കെ.
ഇതാണോ ചെറിയ ആമ്പാണോ വേണ്ടേ? ഇത് തീരെ ചെറുതല്ല, ഇത് 4-ൻ്റെ 3 രൂപയ്ക്കുണ്ട്, 3.5 രൂപയ്ക്കുണ്ട്, 4 രൂപയ്ക്കുണ്ട്. ഇത് ആ ചെറിയതിൽ ഏറ്റവും നല്ലത്. ആംബിയർ കൂടുക, 12 ഇഞ്ച് സബൂഫർ കൊടുക്കാവുന്ന. ഞങ്ങൾ ചെയ്തെല്ലാം ഫുൾ സെറ്റ് ചെയ്തിരിക്കുന്നു. എന്തോ ചെയ്യാത്തില്ല. അത് വണ്ടി വെക്കാൻ വേണ്ടി മൈക്കുള്ള മോഡലാണോ വേണ്ടേ? മൈക്കുള്ള മോഡൽ ഇതല്ല, വേറെ മോഡൽ. ആ എന്നാൽ പിന്നെ അതെടുത്താൽ മതി. അതാകുമ്പോൾ 6750 രൂപ വരും. മൈക്കുള്ള വരാം. നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനാണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇത് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും കാണുന്ന പവർ സപ്ലൈ അതും ഇതും എല്ലാം കയറ്റിക്കൊടുത്ത് ബോർഡ് കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് ഫുൾ നമ്മൾ വർഷങ്ങളായിട്ടുള്ള റിസർച്ചിൽ നിന്ന് എടുത്തിരിക്കുന്ന പവർ സപ്ലൈയും കാര്യങ്ങളോ. ഇതിനകത്തിരിക്കുന്ന ബോർഡ് തന്നെ 8 സൈസ് വരുന്നുണ്ട്, 8 സൈസ്. എല്ലാത്തിനും TV21 എന്ന് പേരിട്ടുകൊണ്ട് ഒരു കാര്യമില്ല. അതെല്ലാം പല സൈസ് ബോർഡുകൾ, പല സൈസ് IC-കളാണ്. അതായത് 800 രൂപയ്ക്ക് വരെ കിട്ടുന്ന ബോർഡുണ്ട് ഇത് കൂട്ടം. മനസ്സിലാകുന്നുണ്ടോ? ഇത് 2000 രൂപയ്ക്ക് കിട്ടുന്ന ബോർഡാണ്. ഈ 2000 രൂപയ്ക്ക് കിട്ടുന്ന ബോർഡ് 1500 രൂപ കിട്ടുന്ന പവർ സപ്ലൈയും കൂടെ വെക്കുമ്പോഴാണ് നമ്മൾ 3500 രൂപ മേടിക്കുന്നത്. മനസ്സിലായില്ല? ഇത് അതിലും കൂടിയ പവർ സപ്ലൈയാണ്. ഇത് 15 ആംബിയർ 24 വോൾട്ടാണ്. മറ്റേ ഇതിൽ ചെറുതാ, ഇത്ര ഇതൊരു. നമ്മൾ കൊടുക്കുന്ന സബ്വൂഫർ അനുസരിച്ച് വേണം നമ്മൾ ആംബിയർ കൊടുക്കാൻ. നമുക്ക് 12 ഇഞ്ചിൻ്റെ സബ്വൂഫർ കൊടുക്കണമെങ്കിൽ ഇത് വേണം. മറ്റേ 10 ഇഞ്ചാണെങ്കിൽ മറ്റേത് മതി. 8 ഇഞ്ചാണെങ്കിൽ അതിൻ്റെ താഴെയുള്ള മതി. പക്ഷേ ഇവിടെ ഞാൻ 8 ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ പകുതി ഓളയെ വെച്ചിട്ടുള്ളൂ. $6,750 മൈക്കുള്ള. അല്ല, മൈക്കിന് 2990, വയർലെസ് സാറിന് 800 രൂപ. സാറിന് മൈക്ക് മതിയെങ്കിൽ 800 രൂപ വരും. അപ്പോൾ വയർഡ്, മറ്റേ വയർലെസ് ഡ്യുവൽ മൈക്ക്. ഇതിൻ്റെ പവർ മറ്റേ മൈക്കിൻ്റെ ഒരെണ്ണം കാണിക്കാം എടി. പുതിയ വണ്ടി അത് തന്നെ അവരുടെ തന്നെ വെച്ചാൽ പോരെ. സാറിന് നോർമലായിട്ടുള്ള സെറ്റ് വെച്ചാൽ മതി. സാധാരണ സെറ്റിനൊക്കെ 2000 രൂപ 3000 രൂപയ്ക്കൊക്കെ തീരും. പിന്നെ സ്പീക്കറും കൂടെ കയറ്റിയാൽ മതി. അതിൻ്റെ ആവശ്യമുള്ളൂ. ആൻഡ്രോയിഡ് ഒന്നും വേണ്ടല്ലേ. സോണിയുടെ ഇത് വർക്കിംഗ് ആണ്. ഇപ്പോൾ സോണിയ ഇത് അല്ല, താഴെ ഇരിക്കും. അല്ല, കുഴപ്പമൊന്നുമില്ല. വർക്കിംഗ് ആണ്, തന്നെ കുഴപ്പമിരിക്കുന്നു. ആ, വർക്ക് ചെയ്ത് നോക്കിയിട്ട് എടുക്കാൻ ബ്രാൻഡഡ് സാധനമല്ലേ. ആ, നല്ല സാധനം. അത് ടച്ചല്ലേ, പഴയ ടച്ചല്ലേ. എത്ര രൂപ ഒരു വില വെച്ചേ? 5000 രൂപ. ഇച്ചിടെയൊക്കെ കുറച്ച് മേടില്ല, പഴയതല്ലേ. ആ, ഇച്ചിടെയൊക്കെ കുറച്ച് മേടില്ല. 2500 രൂപ 3000 രൂപ തരാമെന്ന് പറയാം. 5000 രൂപയ്ക്ക് ഇച്ചിരി കൂടുതലല്ലേ. 5000 രൂപയുടെ കൂടെ ഇച്ചിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയത് മേടിക്കത്തില്ലേ. ആ, അത് ടച്ചാണ്. ടച്ചാകുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. പിള്ളേരൊക്കെ കയറി 4 ഞെക്കി ഞെക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ടച്ച് സ്ക്രീൻ ഉപയോഗിക്കാത്തതാണ് നല്ലത്. ആ, പാനൽ പോവും. എൻ്റെ സാധാരണ ഇരിപ്പുണ്ട്. ഞാൻ ഏത് വേണേലും തരാം. പക്ഷേ ഈ സോണി JBLനൊക്കെ എന്നാണേലും ഭയങ്കര ഒരു മൈക്ക് അടുത്ത് എത്തുമോ? സാധാ മൈക്ക് മാർക്ക് ഞാൻ എടുത്തോളാം. ഞങ്ങൾ 3 മണി വരെ. ആ, ഹലോ. ആ, കുഴപ്പമില്ല. ഏത് പന്താണേലും കുഴപ്പമില്ല. ഓക്കെ. ഹലോ. പുള്ളിക്കാരനാണ് ഇനി അടുത്ത കൊടുക്കുന്നത്. അമ്മമാർ ഇതുവരെ മാറി തന്നിട്ടില്ല. അതിനുവേണ്ടി ഞങ്ങൾ അവരോട് കാശൊന്നും കിട്ടിയ. ഓക്കെ, വർക്കിംഗ്. വയറ് മാത്രം മാറിയാൽ മതി കേട്ടോ മോനെ.
ചുമല കത്തി അല്ലേ രണ്ടും നിൽക്കുന്നത് പച്ചയാണ് കളിക്കുന്നത്. രാവിലെ വന്ന ആളുടെ 2 ബോക്കി 2 ഏസും സെറ്റ് ചെയ്ത് ആളെ കൊണ്ട് വെച്ച് ഇനി വന്ന് ഇപ്പൊ മേളിൽ പോവാണോ? ഇനി വന്ന് ഈ ചെയ്തിട്ട് പറയും ഈ പണികൾ നിർത്തി ഇതുണ്ടോ ഈ വള്ളി കട്ട് ചെയ്യുക. ഈ വള്ളി കട്ട് ബോസിന്റെ സ്പീക്കറാണ്. ബാറ്ററി പോയതാണ്. സൗണ്ട് ലിങ്ക് മിനി. ആ സ്ട്രിപ്പൊക്കെ കൊടുത്താൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കും.